എന്റെ പേര് പരിചയപ്പെടുത്താൻ. പേര് മുനീറാണ്. മലപ്പുറം ജില്ലയിലെ ആചാർപ്പള്ളിയാണ് സ്വദേശം വരുന്നത്. ഇത് ഈ മഞ്ചേരി പ്രോഗ്രാം ഹാളിലെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ അവസരം പരിചയപ്പെടുത്തിയ സ്ഥലമാണ് മഞ്ചേരി എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിലേക്ക് വരുന്ന മുമ്പ് നാട്ടിലൊരു ഷോപ്പ് നടത്തുകയായിരുന്നു. ജോലി ഉണ്ടായിരുന്ന സ്റ്റിക്കർ ഷോപ്പ്. എല്ലാവർക്കും അറിയുന്നുണ്ടോ ഈ വാഹനത്തിലേക്ക് സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത്? വലിച്ചൊട്ടിക്കുന്ന പരിപാടിയായിരുന്നു. രക്ഷപ്പെടാൻ വരുന്ന ഒരു അവസരം അത് കണ്ടിട്ടാണ് സ്റ്റിക്കർ ഷോപ്പ് നടത്തിയത്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ജീവിതത്തിൽ എന്നാലും എന്തായിട്ടില്ല, തികഞ്ഞിട്ടില്ല. കുറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുണ്ട്. അവിടേക്ക് എത്തണം എന്നുള്ളതുണ്ടായിരുന്നു. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, എന്റെ ഒരു ബന്ധു ഈ അവസരം എന്നെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കേട്ട സമയത്ത് തോന്നിയിട്ടുണ്ടാവും ഇതിലും വലിയ തള്ളെന്തില്ല അല്ലെ, കേൾക്കാനില്ല എന്നുള്ളത് അല്ലെ. തോന്നിയേക്കും, കുറ്റപ്പാട് കാര്യമില്ല. മലയാളിയാകുമ്പോ അങ്ങനെ തന്നെയാണ്, വലിയ സുഖം കിട്ടില്ല കേൾക്കുമ്പോ. പക്ഷെ എന്നെ ഈ അവസരം പരിചയപ്പെടുന്ന സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞു, അടിപൊളി പരിപാടിയുണ്ട്, ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട്, അത് വിറ്റാൻ കിട്ടും, രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് കുപ്പി? അപ്പൊ ഇതിൽ ഐപ്പിൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് കാണിച്ചത്. ഇത് ഒരുപാട് ആളുകൾ മാറ്റി വിറ്റ 500 കിട്ടും. താഴെ ട്രിപ്പുണ്ട്, ആ ട്രിപ്പുണ്ട്, ഈ ട്രിപ്പുണ്ട് എന്നാണ്. ഞാൻ ആകെ ചോദിച്ചത് നീയും പെട്ടു എന്നുള്ളതാണ്. നീയും പെട്ടു വരെ എത്ര പോയി എന്ന് ചോദിച്ചു. തോന്നുന്നു ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊന്നു സുഹൃത്തെ, നല്ലടി നാട്ടിൽ കിട്ടുമ്പോ എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറെ സ്ഥലത്ത് പോയിട്ട് അടി വന്നത്? ഞാൻ ഏതായാലും ഈ പരിപാടിക്കില്ല. കാരണം എന്റെ ലൈഫിൽ എന്തുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട്. സൂട്ടിട്ട ആളുകൾ വരുന്നു, കോടികളുടെ കഥ പറയുന്നു, കാലം ചെയ്ത ആളുകൾ കഥ പറയുന്നു. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് താല്പര്യമില്ല, നീ എന്നെ വിട്ടേക്ക്. കാരണം നാട്ടിൽ എന്തുണ്ട്, ഷോപ്പ് നടത്തുന്നത് ആ വരുമാനം മതി. അവനെ മടക്കി അയച്ചു. ആ വ്യക്തിക്ക് എന്റെ വിശ്വാസം, കമ്പനിയുടെ വിശ്വാസം, നേരത്തിൽ ഓരോ കാര്യങ്ങൾ അയച്ചു. ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് മാറ്റി എന്റെ കൂടെ നല്ലൊരു പാന്റും ഷർട്ടൊക്കെ എന്റെ കൂടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാം കണ്ടിട്ട് തെറ്റാണെങ്കിൽ ശരിയല്ലെങ്കിൽ നിങ്ങൾ ആ പൈസ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണോ? ഓക്കെ, നല്ല കാര്യമല്ലേ. കാരണം തെറ്റൊക്കെ എന്ത് ചെയ്യും, വാങ്ങിച്ചു കൊടുക്കും, അവനെയും രക്ഷപ്പെടട്ടെ. പക്ഷെ അവന്റെ കൂടെ വന്നു. ഇന്ന് മഞ്ചേരി ഇത്രയും ആളില്ലേ, ചില ആൾക്ക് നല്ല ചൂടെടുക്കുന്നത് എന്തുകൊണ്ടാണ്, പവറില്ലാണ്ടല്ല, ആള് കൂടിയതുകൊണ്ടാണ്. അന്ന് ചെറിയ ഹോളായിരുന്നു. ആ പ്രോഗ്രാം സെന്ററിൽ ഇന്ന് പ്ലാൻ പറഞ്ഞ പോലെ അന്ന് പ്ലാൻ പറയുന്നുണ്ട്. പ്രോഡക്റ്റ് എന്താണ്, കമ്പനി എന്താണ്, അവസരം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ വീക്ഷിച്ചു. അവസാനത്തിലാണ് എനിക്ക് മനസ്സിലായത് എത്രയോ എന്റെ നല്ല സമയം ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. ഒരു തെറ്റായ ധാരണ കൊണ്ട് ഞാൻ കളഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് അപ്പൊ ബോധ്യപ്പെട്ടു. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനും നിന്റെ കൂടെ കൂടാം. പൈസ വാങ്ങിച്ചു കൊടുക്കാൻ പോയതാണ്, പൈസ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതേ മഞ്ചേരിയിലെ സ്ഥലത്തേക്കാണ് വന്നത്. പക്ഷെ എന്തുണ്ടാക്കി ഈ അവസരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഈ അവസരത്തിലൂടെ, ഈ ബിസിനസ്സിലൂടെ 50 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഒരു തെറ്റായ ധാരണ കൊണ്ടെന്തായി, ഒരുപാട് നല്ല സമയം പോയി എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ കാരണം ജീവിതത്തിൽ എവിടെയും എത്തണം, ജീവിതത്തിൽ എന്തെയും രക്ഷപ്പെടുന്ന ചിന്ത മാത്രം ഉണ്ടായിരുന്നു. ആ മക്കളിൽ ഏറ്റവും ചെറുത് ഞാനാണ്. എനിക്ക് തന്നെ എന്താണ്, എന്തെങ്കിലും പരിപാടി ചെയ്തു നോക്കണം. ഒരാളെ കീഴിലെന്തില്ല, അടിമപ്പണി എടുക്കുന്ന പരിപാടിയില്ല. കാരണം ഒരുപാട് കാലം അടിമയെ പോലെ നിന്നാണ്. പക്ഷെ അടിമപ്പണി എടുക്കുന്നില്ല, ഒരു താല്പര്യമില്ല. ഇവിടെ ബോസോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തന്നെയാണ് ഓണർ എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചു, ഈ അവസരം ഏറ്റെടുത്തു. ഇന്ന് ഈ ബിസിനസ്സിൽ കമ്പനിയുടെ സഫയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ 50 ലക്ഷത്തിൽ ഒരു വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പണമില്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. പല സാഹചര്യങ്ങളും കരഞ്ഞിട്ടുണ്ട് ലൈഫിൽ. അന്നൊക്കെ ഉള്ളിലുണ്ടായിരുന്നു എവിടെയെങ്കിലും എത്തണം എന്നുള്ളത്. ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരം എന്റെ കയ്യിൽ കിട്ടിയപ്പോ മുറുകെ പിടിച്ചു. ഇന്ന് ഈ ബിസിനസ്സിലൂടെ 5 ട്രിപ്പ്, ഏകദേശം 6 ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റി. ദുബായിൽ പെടുന്ന 6 ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റി. വീക്കിലില്ല, ആഴ്ചയിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 500,000 കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ. ഞാൻ ഒരു പ്രൊഡക്റ്റ് എടുത്ത് 500 കിട്ടും. പക്ഷെ സുഹൃത്തുക്കളെ, ഈ ബിസിനസ് നെഞ്ചോട് ചേർന്ന് ചെയ്തപ്പോ വീക്കിലി വരുമാനം 1,25,000 കൂടി ഒരു ആഴ്ചയിൽ സമ്പാദിക്കാൻ പറ്റുന്നു. ഇന്ന് മാസം 2 ലക്ഷത്തിന് മുകളിൽ എന്ത് വരുമാനം വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം മാത്രം എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി തന്നത് 30 ലക്ഷത്തിന് മുകളിലെ വരുമാനം. എന്നാലോചിച്ചു, സാധാരണക്കാരനല്ല എനിക്ക് ഇത് വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രയോ നല്ല കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുത്താൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യും, വലിയ മാറ്റം ഉണ്ടാവും. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു, ഒരു വ്യത്യാസമില്ല.
ഈ വർഷം അല്ലെങ്കിൽ ഈ ദിവസം കടന്നു പോകും. പക്ഷെ ഒരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബിസിനസ് ചെയ്ത സമയത്ത് എന്റെ അമ്മാവും പറഞ്ഞു, ഒരു തട്ടിപ്പുമായിട്ട് അവൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഉമ്മ ജ്യേഷ്ഠത്തിന് മകനോട് പറഞ്ഞു, ഒരു തട്ടിപ്പുമായിട്ട് അവൻ ഇറങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് പൊന്നുമാൻ എന്ത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? അവരുടെ വാക്ക് കേട്ടു, അവൻ മാറി നിന്നു. ഇന്ന് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗൾഫിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നു, വല്ല പൈസ ഉണ്ടോ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ അമ്മാവന്റെ വർത്താനം ഇത് നീ മാറിയതല്ലേ, അതിന് 5 പൈസ എന്റെ കയ്യിലില്ല. നല്ല അവസരം തന്നിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ അവൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ആ അമ്മാവന്മാരുടെ മുമ്പിൽ കളിയാക്കിയതിന്റെ പേര്, പുച്ഛിച്ചതിന്റെ പേര്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പുതിയ വാഹനം എടുത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി. ഈ ബിസിനസ് എൻജോയ് ചെയ്തുകൊണ്ട് എന്റെ ജീവിതത്തിലെ മാറ്റം, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ മാറ്റം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇപ്പൊ അവര് പറയാണ്, അന്ന് നിന്നെ തളർത്തി നോക്കിയതാണ്, ഇത് എവിടെ എത്തും എന്ന് അറിയാൻ വേണ്ടി. ഇന്ന് അവരെന്ത് ചെയ്യണം? ഇന്ന് അവര് പറയാണ്, എന്ത്, അവൻ പൈസക്കാരനാണ്, അവൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവരെ പറ്റി എന്ത് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. പൊന്നു സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ഈ അവസരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തല്ലാനും തളർത്താനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെ വാക്ക് മാറ്റി നിർത്തും. നിങ്ങൾ അവരുടെ വാക്ക് മാറ്റി നിർത്തണം. ഈ ബിസിനസ് നെഞ്ചോട് ചേർത്താൽ ഞങ്ങളുടെയൊക്കെ ലൈഫ് ഉണ്ടാക്കിയ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തളർത്താൻ, കുറ്റപ്പെടുത്താൻ ഇഷ്ടം പോലെ എടുക്കണം. പക്ഷെ ആ വാക്ക് കേൾക്കരുത്, ആ വാക്ക് കേൾക്കരുത് എന്നുള്ളതാണ്. ഇന്ന് ഹാളിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ നിന്നും ചിരിക്കുന്നുണ്ടോ? ഏത് എന്നെ കൊണ്ടുവന്നാക്കുന്നത് ലക്ഷങ്ങളോ കോടികളോ കഥ പറയണ്ടോ? ഇതുപോലെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? അന്ന് കേട്ട സമയത്ത് എന്നോട് മുനീർ പൈസക്കാരനാകുന്നുണ്ട്, അതൊന്നും കാണാന്ന് പറഞ്ഞു. കഴിഞ്ഞ വീക്കിൽ ഞാൻ എന്റെ വാഹനം എന്റെ അടുത്തുള്ള സുഹൃത്തിന്റെ കടയിൽ പണിക്ക് വേണ്ടി കൊണ്ടുപോയി, അവർ സീറ്റ് വർക്കിന് വേണ്ടി. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാൻ കേൾപ്പിച്ചൊരു വ്യക്തി അന്ന് എന്നെ കളിയാക്കിയതാണ്. അവൻ ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു കുപ്പി ബാക്കിൽ വെച്ച് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങോട്ടാണ് സുഹൃത്ത്? അപ്പൊ അവൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ അപ്പുറത്ത് കട വരെ പോവുള്ളൂ. പെട്ടെന്ന് എന്ത് ചെയ്ത് കയ്യിൽ നിന്ന് ബോട്ടിൽ ചാടി. എന്താണ്? പെട്രോൾ. എന്താണ്? പെട്രോൾ. വാഹനം വഴിയിൽ വെച്ച് എന്ത് ചെയ്ത് എണ്ണ കയറ്റി നിന്നിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അവന്റെ ഉള്ളിൽ വേദന ഉണ്ട്. കാരണം എന്താണ്? അന്ന് ഞാൻ അവസരം കൊടുത്തപ്പോ അവൻ എന്നെ കളിയാക്കി. അവന്റെ മുമ്പിൽ ഒരു പുതിയ വാഹനത്തിൽ നിർത്തി ഞാൻ നിൽക്കുന്ന സമയത്ത് അവന് വല്ലാത്ത വിഷമമുണ്ടോ? ആണോ? അല്ലേ? ഉണ്ടാവും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു സെൽഫി എടുത്തു അവനെ കൂട്ടി. സത്യം, ഒരു സെൽഫി എടുത്തു. എന്നിട്ട് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. പണ്ട് ഞാൻ അവസരം കൊടുത്താണ്, അവൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ നാളെ നിങ്ങളും അവരെന്ത് ചെയ്യും? അവരുടെ മൊബൈലിൽ സെൽഫിയിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. പക്ഷെ ഏറ്റെടുത്തോ ഒരാളെ ചെയ്യണ്ട, ഒരാളെ നിങ്ങൾ മാറ്റി വെക്കണ്ട, വിശ്വസിച്ച് കൂടെ നിന്നോ. തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതം എന്ത് ചെയ്യും? വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്.